ഹായ്, ടേസ്റ്റ് ഓഫ് യുവർ ചോയ്സിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു റെസിപ്പി വീഡിയോയുമായിട്ടാണ്. വളരെ സിമ്പിളായിട്ടും ടേസ്റ്റി ആയിട്ടുള്ള ഒരു ബീഫ് ബിരിയാണിയുടെ റെസിപ്പിയാണ്. എല്ലാവരും തയ്യാറാക്കി നോക്കുന്നതാണ് ഈ ബീഫ് ബിരിയാണി. എന്നാലും ഇതുവരെ ചെയ്തിട്ടില്ലാത്തവർക്കും ഇനിയും തയ്യാറാക്കി നോക്കണമെന്ന് ആഗ്രഹിക്കുന്നവർക്കും ഒക്കെ വേണ്ടിയിട്ടും വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ വീഡിയോ നിങ്ങൾ ഫുള്ളായിട്ട് കാണുക. അപ്പോൾ ഈ ബിരിയാണി തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ 1.5 കിലോ ബീഫ് കട്ട് ചെയ്തിട്ട് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്നതാണ്. ഈ ഒരു വലുപ്പത്തിൽ തന്നെ മുറിച്ചിടണം. കാരണം നമ്മൾ നോർമലി ബീഫ് കറിയൊക്കെ വെക്കുന്ന രീതിയേക്കാളും കുറച്ചൊരു വലുപ്പത്തിലാണ് ബിരിയാണിക്ക് കട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇതിനെ നമുക്കിനി ഒരു അരമണിക്കൂറൊന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കണം. മാരിനേറ്റ് ചെയ്യാനായിട്ട് ഞാനിതിലേക്ക് ചേർക്കുന്നത് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1.5 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല പൗഡർ, ഉപ്പ് ആവശ്യത്തിന്. പിന്നെ നമ്മളിതിലേക്ക് ചേർക്കുന്നത് പെരിഞ്ജീരകം ഒന്ന് ചതച്ചെടുത്തതാണ്. ഒരു 1/2 ടീസ്പൂൺ അതുകൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. നിങ്ങൾക്ക് മാരിനേറ്റ് ചെയ്ത് അരമണിക്കൂർ വെക്കാൻ സമയമില്ല എങ്കിൽ ഇതേപോലെ തന്നെ ജസ്റ്റ് ഈ പൊടിയെല്ലാം ഇട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നേരെ നമുക്ക് വേവിച്ചെടുക്കാവുന്നേ ഉള്ളൂ. ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് മല്ലിയിലയും അതുപോലെ തന്നെ കുറച്ച് പുതിനയിലയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. മല്ലിയിലയെക്കാട്ടിലും കുറച്ച് കുറവായിരിക്കണം എപ്പോഴും പുതിനയില ചേർക്കാൻ വേണ്ടി. ഇനി ഇത് നന്നായിട്ട് ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്കിതൊരു അരമണിക്കൂറൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഇതിപ്പോൾ അരമണിക്കൂറിന് ശേഷം എടുത്തതാണ്. ഇനി ഇതിനെ നമുക്കൊന്ന് വേവിച്ചെടുക്കണം. വേവിച്ചെടുക്കുന്ന സമയത്ത് കൂടുതൽ ഗ്രേവി വേണ്ടെങ്കിൽ നമ്മൾ ഇതേപോലെ തന്നെ കുക്കറിൽ വെച്ച് വേവിച്ചാൽ മതി. കാരണം ഇതിൽ നിന്ന് നന്നായിട്ട് വെള്ളം ഇറങ്ങും. പക്ഷേ ഞാനിതിലേക്ക് ഒരു 3-4 ടേബിൾ സ്പൂൺ വെള്ളം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത്യാവശ്യം ഗ്രേവി വേണ്ടതുകൊണ്ട് മാത്രം അങ്ങനെ ഒഴിച്ചു കൊടുക്കുകയാണ്. പിന്നെ എന്തെങ്കിലും മീൻസ് അടിക്ക് പിടിക്കുന്ന എന്തെങ്കിലും ഒരു പ്രോബ്ലം വരുവാണെങ്കിൽ അത് ഒഴിവാക്കാൻ വേണ്ടിയും കൂടാണ് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത്. അത്യാവശ്യം എന്തായാലും ഇതിനകത്ത് വെള്ളം ഉണ്ടാവും. നമുക്കിനി ഇത് അടച്ചു വെച്ചൊന്ന് വേവിച്ചെടുക്കാം. 4-5 വിസിൽ വരുന്ന രീതിയിൽ നിങ്ങൾ വേവിച്ചെടുക്കുക. ഒരു 90% അത് വെന്ത് വേണം. ഇപ്പം ഞാനൊരു പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് നെയ്യ് ഒഴിച്ചിട്ട് കാഷ്യൂനട്ട് അതുപോലെ തന്നെ കിസ്മിസൊക്കെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ കാഷ്യൂനട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. കാഷ്യൂനട്ട് ഒന്ന് മൂത്ത് വരുന്ന സമയത്ത് ഇതിലേക്ക് നമുക്ക് കിസ്മിസൂടെ ചേർത്ത് കൊടുക്കാം. കിസ്മിസും കാഷ്യൂനട്ടും നന്നായിട്ട് ആയിട്ടുണ്ട്. ഇപ്പോൾ ഈ ഒരു രീതിയിലാവുന്ന സമയത്ത് നമ്മളിത് നെയ്യിൽ നിന്ന് മാറ്റി കൊടുക്കണം. ഇപ്പോൾ ആ നെയ്ക്കകത്തേക്ക് ഞാൻ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അത് നമ്മളൊന്ന് ചൂടായി വരുന്ന സമയത്ത് അതിലേക്ക് 3 സവോള, മീഡിയം സൈസ് സവോള കനം കുറച്ച് അരിഞ്ഞതുകൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നമ്മൾ 2 ബാച്ചായിട്ട് ഇട്ടിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഒരുപാട് എണ്ണ ഒഴിക്കാത്തതുകൊണ്ട് തന്നെ 2ആയിട്ട് നമുക്കിങ്ങനെ ഫ്രൈ ചെയ്തെടുത്താൽ മതി. അത്യാവശ്യം എണ്ണയിൽ ഒന്ന് ഉള്ളി മുങ്ങിക്കിടക്കുന്ന രീതിയിൽ വേണം ഫ്രൈ ചെയ്തെടുക്കാൻ. ഇങ്ങനെ ഇട്ടെങ്കിൽ മാത്രമേ ഇത് പെട്ടെന്ന് ഫ്രൈ ആയി വരത്തുള്ളൂ. ഇത് നമ്മൾ ലാസ്റ്റിൽ ദം ചെയ്യുന്ന സമയത്ത് കാഷ്യൂനട്ടിലൂടെയും കിസ്മിസിലൂടെയൊക്കെ നമുക്ക് ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയാണ്. ഈ ഒരു രീതിയിലാവുന്ന സമയത്ത് തന്നെ നമ്മളിത് എണ്ണയിൽ നിന്ന് മാറ്റണം. ഇല്ലെങ്കിൽ ഇത് പെട്ടെന്ന് അങ്ങ് കരിഞ്ഞു പോകും. ഇത് നമ്മളെടുത്ത് മാറ്റി വെക്കുന്ന സമയത്ത് ഇത് കുറച്ചൊന്ന് ക്രിസ്പി ആയി വന്നോളും. ഇനി അതേ രീതിയിൽ തന്നെ നമുക്ക് സെക്കൻഡ് ബാച്ചും ഇതുപോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കാം. ഈ ഒരു രീതിയിൽ തന്നെ ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ അത് നല്ല ഒരു കറക്റ്റ് പരുവത്തിലായിട്ടുണ്ട്. ഇത് നമുക്ക് എണ്ണയിൽ നിന്ന് മാറ്റാം. അപ്പോൾ ഫ്രൈ ചെയ്യേണ്ട എല്ലാം നമ്മൾ ഫ്രൈ ചെയ്ത് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് ബിരിയാണി റൈസ് ഒന്ന് കുതിരാൻ വേണ്ടി ഇടാം. ബിരിയാണി റൈസ് ഞാനിവിടെ 1.5 കിലോ ആണ് എടുത്തിരിക്കുന്നത്. 1.5 കിലോ എന്ന് പറയുമ്പോൾ 6 കപ്പ് 250 ml മെഷർമെൻറ്റ് കപ്പിലാണ് അളന്നിരിക്കുന്നത്. 6 കപ്പ് എടുത്തിട്ടുണ്ട്. നിങ്ങൾ ഏത് കപ്പിലാണോ അളക്കുന്നത് അതേ കപ്പിൽ തന്നെ ഇതിൻ്റെ വെള്ളവും ചേർത്ത് കൊടുക്കണമെന്നേ ഉള്ളൂ. ഇപ്പം ഞാൻ എന്തായാലും കുറച്ച് വെള്ളത്തിനകത്ത് കഴുകിയിട്ട് ഇനി ഒരു അരമണിക്കൂർ ലാസ്റ്റിലെ വെള്ളത്തിനകത്ത് നിന്ന് സോക്ക് ചെയ്ത് വെക്കുകയാണ്, അതായത് കുതിർത്ത് വെക്കുകയാണ്. അപ്പോൾ ഇത് നമുക്കിത് അരമണിക്കൂർ കുതിരാൻ വെക്കാം. കുതിരാൻ വെക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബിരിയാണിയുടെ ചോറാവുന്ന സമയത്ത് നല്ല സോഫ്റ്റായിട്ടിരിക്കാൻ വേണ്ടിയാണ്.
ഇനി നമ്മൾ ബിരിയാണിയുടെ മസാല റെഡിയാക്കാൻ പോവുകയാണ്. ഇതിനായിട്ട് ഞാൻ ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ 6 മീഡിയം സൈസിലുള്ള സവാള ഇതേ രീതിയിൽ കട്ട് ചെയ്തെടുത്താണ്. നമ്മൾ ചിക്കനൊക്കെ കറി വെക്കുന്ന രീതി എങ്ങനെയാണോ അതേപോലെ തന്നെ കട്ട് ചെയ്തെടുത്താണ്. 6 മീഡിയം സൈസ് സവാള. ഇത് അത്യാവശ്യം ഒന്ന് വഴറ്റിയെടുക്കണം. നമ്മൾ നോർമൽ ചിക്കൻ കറിയൊക്കെ വെക്കുന്ന രീതിയിൽ വഴറ്റിയെടുക്കേണ്ട. ഒരു ഇളം ബ്രൗൺ നിറമാകുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുത്താൽ മതി. ഇതൊന്ന് വഴണ്ടി വരാൻ വേണ്ടി നമുക്കിതിലേക്ക് കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. ഉള്ളിയൊക്കെ വഴണ്ടി വരുന്ന സമയത്ത് ഞാൻ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ഒന്ന് ചതച്ച് വെച്ചിട്ടുണ്ട്. 2 മീഡിയം സൈസിലുള്ള ഇഞ്ചി, അതുപോലെ തന്നെ ഒരു 12 അല്ലി വെളുത്തുള്ളി, ഒരു 15 പച്ചമുളക്, ഇതെല്ലാം കൂടെ എടുത്തിട്ട് ജസ്റ്റ് മിക്സിയിലിട്ട് ഒന്ന് ചതച്ചെടുത്തതാണ്. ഇത് ചതച്ച് തന്നെ ചേർക്കണം, അങ്ങനെ ചേർക്കുന്നതാണ് ടേസ്റ്റ്. പിന്നെ ഒരു കാര്യം, നമ്മൾ അത്യാവശ്യം എരിവുള്ളൊരു പച്ചമുളകാണ് എടുത്തിരിക്കുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ആ ഒരു രീതിയിൽ 15 എണ്ണം എടുത്തത്. നിങ്ങൾ ഒരുപാട് എരിവുള്ള പച്ചമുളകാണെങ്കിൽ അതനുസരിച്ച് എടുക്കുക. പിന്നെ ചോറും ഗ്രേവി എല്ലാം കൂടെ വരുന്ന സമയത്ത് അത്യാവശ്യം എരി വേണം. അതുകൊണ്ടാണ് അത്രയും പച്ചമുളക് നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. ഇപ്പോൾ നമ്മളിതും കൂടി ഇട്ടിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. കാരണം ഇഞ്ചിയുടെയും പച്ചമുളകിൻ്റെ അതുപോലെ തന്നെ വെളുത്തുള്ളിയുടെയൊക്കെ ഒരു പച്ചമണമൊന്ന് മാറി വരുന്നത് വരെ ഒന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കണം. ഉള്ളിയുടെ കൂടെ ഇത് നന്നായിട്ടൊന്ന് മിക്സായി വരണം. ഇപ്പോൾ ഇത് നന്നായിട്ട് മിക്സായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 1.5 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ ഗരം മസാല പൗഡർ. ഇത്രയും കൂടി ചേർത്തിട്ട് നമുക്ക് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇത് നമ്മൾ പറഞ്ഞ പോലെ തന്നെ അതിൻ്റെ ഒരു മസാലയുടെയൊക്കെ ഒരു പച്ചമണം ഒന്ന് മാറി ഉള്ളിയുടെ കൂടെയൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് മിക്സായി വരണം. അതുപോലെ തന്നെ നന്നായിട്ട് ഇളക്കി കൊടുക്കണം. എങ്കിലേ ആ ഒരു പച്ചമണമൊക്കെ ഒന്ന് മാറി വരത്തുള്ളൂ. ഇപ്പോൾ മസാലയൊക്കെ നന്നായിട്ട് ഉള്ളിയുടെ കൂടെ മിക്സ് ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ചേർക്കാനുള്ളത് 4 മീഡിയം സൈസിലെടുത്തിരിക്കുന്ന തക്കാളിയാണ്. ഇത് അരിഞ്ഞ് ഇത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി തക്കാളി നന്നായിട്ടൊന്ന് വെന്ത് ചേരണം ഉള്ളിയുടെ കൂടെയൊക്കെ, മസാലയുടെ കൂടെയൊക്കെ മൊത്തത്തിലൊന്ന് പിടിക്കണം. അപ്പോൾ അതിനായിട്ട് ഇത് പെട്ടെന്ന് വെന്തൊന്ന് വരാൻ വേണ്ടി നമുക്കിതൊരു 5 മിനിറ്റ് ഒന്ന് അടച്ചു വെച്ച് വേവിക്കാം. അപ്പോൾ തക്കാളിയൊക്കെ നന്നായിട്ട് വെന്ത് ഉടഞ്ഞു വന്നോളും. ഒരു 5 മിനിറ്റ് നമുക്കിതൊന്ന് അടച്ചു വയ്ക്കാം. നമ്മൾ വേവിക്കാൻ വെച്ചിരുന്ന ബീഫൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. അത് ഞാനൊരു സൈഡിലേക്ക് മാറ്റി വയ്ക്കുകയാണ്. ഇനി നമ്മൾ നേരത്തെ അടച്ചു വെച്ചിരുന്ന ഗ്രേവിയിൽ തക്കാളിക്കായിട്ട് വെന്ത് മിക്സ് ആയിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇളക്കി കൊടുത്താൽ ആ തക്കാളിക്കൊക്കെ നന്നായിട്ടൊന്ന് ഉടഞ്ഞു വരാൻ വേണ്ടി ഒന്ന് ഇളക്കി കൊടുക്കുക. ഇതിപ്പോൾ മൊത്തത്തിൽ എല്ലാ മസാലയിലൊക്കെ നന്നായിട്ട് പിടിച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ചേർക്കാൻ പോകുന്നത് തൈരാണ്. അധികം പുളിയില്ലാത്ത തൈര് 3.5 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒത്തിരി പുളിയുള്ള തൈരാണെങ്കിൽ നിങ്ങളൊരു 1.5 ടേബിൾ സ്പൂൺ ഒക്കെ ചേർത്ത് കൊടുത്താൽ മതി. നോക്കിയിട്ട് പുളിക്കനുസരിച്ച് ചേർത്ത് കൊടുക്കുക. തൈര് ഇട്ടിട്ട് നന്നായിട്ട് നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ ഇത് മൊത്തത്തിൽ നന്നായിട്ട് മിക്സായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ബീഫ് ചേർത്ത് കൊടുക്കാം. ബീഫിൻ്റെ വെള്ളത്തോടു കൂടി തന്നെയാണ് ചേർക്കുന്നത്. ഒരുപാട് ഗ്രേവി വേണ്ടെങ്കിൽ നിങ്ങൾ വെള്ളം അധികം ഒഴിക്കാതിരിക്കുക. ഇപ്പം നല്ല ഗ്രേവിക്ക് വേണ്ടി ഞാനിതിലേക്ക് വെള്ളം കൂടി ചേർത്തിനി നന്നായിട്ട് ഇളക്കി കൊടുക്കണം. ഇനി ഇത് അടച്ചു വെച്ചിട്ട് നമുക്കിതൊന്ന് തിളച്ച് വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം. ഇപ്പം നമ്മുടെ ഗ്രേവി നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇത് ഞാൻ ബിരിയാണി
റെഡിയാക്കുന്ന പാത്രത്തിലേക്ക്. കാരണം ഞാൻ ബിരിയാണിയുടെ പോട്ടിൽ വെക്കുന്ന സമയത്ത് മസാല മൊത്തത്തിൽ അടിയിലാണ് വെക്കുന്നത്. പക്ഷേ ഇതിനകത്ത് ഇളക്കാൻ ഇത്തിരി പാടായതുകൊണ്ട് ഞാൻ ഈ ബിരിയാണി പോട്ടിലേക്ക് ഇതൊന്ന് മാറ്റുകയാണ്. ഇപ്പോൾ ഇത് നമ്മൾ ബിരിയാണി പോട്ടിലേക്ക് മാറ്റിയിട്ടുണ്ട്. കാരണം നിങ്ങൾ ഇപ്പം ഇതേപോലെ തന്നെ പാത്രത്തിൽ വെക്കുകയാണെങ്കിൽ അത് ഫുള്ള് കുക്കായതിന് ശേഷം ഇങ്ങനെ അടിയിലേക്ക് വെച്ച് കൊടുത്താൽ മതി. ഇപ്പോൾ ഇളക്കാനുള്ളൊരു പാടുകൊണ്ട് മാത്രം ഞാൻ ഇതിലേക്ക് മാറ്റിയതാണ്. ഇനി ഇത് അടച്ചു വെച്ച് നമുക്ക് നന്നായിട്ട് വേവിച്ചെടുക്കാം. പാത്രത്തിൽ തന്നെ വേവിച്ചെടുക്കാം. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് അരി വേവിച്ചെടുക്കുക എന്നുള്ളതാണ്. അരി നമ്മൾ അരമണിക്കൂർ കുതിരാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ എടുത്ത് നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ട്. ഇത് ഞാനിപ്പോൾ ഒരു പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ ഒരു 3-4 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കുകയാണ്. നെയ്യ് ഒന്ന് ചൂടായി വരുന്ന സമയത്തേക്ക് ഇതിലേക്ക് നമുക്ക് കുറച്ച് സ്പൈസസ് ചേർത്ത് കൊടുക്കണം. അതിനായിട്ട് ഞാൻ കുരുമുളക്, അതുപോലെ തന്നെ പട്ട, ഗ്രാമ്പൂ, ജാതിപത്രി, ഏലക്കായ, തക്കോലം എല്ലാത്തിൻ്റെ മെഷർമെൻറ്റ് ഞാൻ കൊടുത്തിട്ടുണ്ട്. ഇത് എല്ലാം നമുക്കിത് ഈ നെയ്ക്കകത്തിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കണം. ഇപ്പോൾ സ്പൈസസ് ഒക്കെ ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ വെള്ളം ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഇപ്പോൾ ചോറ് പറ്റിച്ചെടുക്കുക ആയതുകൊണ്ട് തന്നെ നമ്മൾ വെള്ളം അതിൻ്റെ അനുസരിച്ച് ഒഴിക്കണം. 2 കപ്പിന് 1.5 കപ്പ് വെള്ളമാണ് നോർമലി ഒഴിക്കുന്നത് ബിരിയാണിക്ക്. നമ്മുടെ ഫ്രൈഡ് റൈസ് ഒക്കെ ഉണ്ടാക്കുന്ന സമയത്ത് നമ്മൾ ഇരട്ടി വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. പക്ഷേ ഇതിന് ഞാനിപ്പം 6 കപ്പ് അരിയാണ് എടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ 11.5 ഗ്ലാസ് വെള്ളം, അതായത് 11.5 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് തിളച്ച് വരണം. ഞാനിപ്പം അരി അളന്ന കപ്പിൽ തന്നെയാണ് വെള്ളവും എടുത്തിരിക്കുന്നത്. ഇനിയും വെള്ളം ഒന്ന് നന്നായിട്ട് തിളച്ച് വരുന്ന സമയത്ത് ഇനി ഇതിലേക്ക് നമുക്ക് അരി ചേർത്ത് കൊടുക്കാം. ഇനി നമ്മൾ ഇതിലേക്ക് ചോറിന് ആവശ്യമായ ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഉപ്പൊക്കെ ചോറിന് പിടിക്കേണ്ടതുകൊണ്ട് ഇച്ചിരി കൂടുതൽ ചേർത്ത് കൊടുത്താലും കുഴപ്പമൊന്നുമില്ല. ഞാനിപ്പോൾ ഇതിന് 2 ടേബിൾ സ്പൂണോളം ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നിങ്ങൾ ആവശ്യത്തിന് നോക്കിയിട്ട് ചേർത്ത് കൊടുക്കുക. പിന്നെ ഇതിലേക്ക് 1 നാരങ്ങ പിഴിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചോറ് തമ്മിൽ ഒട്ടിപ്പിടിച്ചിരിക്കാതിരിക്കാൻ വേണ്ടിയാണ് നമ്മളിങ്ങനെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇടയ്ക്ക് നമ്മൾ ചോറ് ഇതുപോലെ പറ്റിച്ചെടുക്കുന്ന സമയത്ത് ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം. അല്ല അടിയിൽ കിടക്കുന്ന ചോറ് പെട്ടെന്ന് അങ്ങ് വെന്ത് പോകും. ഈ സമയത്ത് നമ്മുടെ ഗ്രേവി, മസാലയുടെ ഗ്രേവിയൊക്കെ കുറുകി നല്ല കറക്റ്റ് പാകത്തിന് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ കുറച്ച് മല്ലിയില, അതുപോലെ തന്നെ പുതിനയിലയൊക്കെ ഇട്ടിട്ട് ഒന്ന് അടച്ചു വെക്കാം നമുക്ക്. ഈ സമയത്ത് തന്നെ കുറച്ച് മസാലപ്പൊടിയും കൂടി ഇതിലേക്ക് ചേർക്കുന്നുണ്ട്. ഈ മസാലപ്പൊടിയും മല്ലിയിലയും പുതിനയിലയൊക്കെ ഇട്ട് വെക്കുന്ന സമയത്ത്, ഇതൊന്ന് അടച്ചു വെക്കുന്ന സമയത്ത് ഇതിൻ്റെ ആ മസാലയൊക്കെ നന്നായിട്ടൊന്ന് അതിലേക്കൊന്ന് പിടിച്ച് വരും. അതിനായിട്ട് നമുക്കിതൊന്ന് അടച്ചു വെക്കാം. ഒരു 5 മിനിറ്റ്. ഗ്യാസൊക്കെ ഓഫ് ചെയ്തിട്ടുണ്ട്. അടച്ചു വയ്ക്കാം. അങ്ങനെ നമ്മുടെ ചോറ്, ബിരിയാണി, മസാല എല്ലാം റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ദം ചെയ്തെടുക്കണം. അതിനായിട്ട് നമുക്കിതൊന്ന് ലെയർ ചെയ്യാം. ഞാനിപ്പം ചോറ്, അതായത് ബീഫിൻ്റെ മസാല മൊത്തത്തിൽ ഞാൻ അടിയിൽ തന്നെയാണ് ഇട്ടിരിക്കുന്നത്. ഇനി ഇതിന് മുകളിലായിട്ട് നമ്മൾ ചോറ് ഇട്ട് കൊടുക്കണം. അതിനായിട്ട് ഞാൻ ആദ്യം ഇട്ട് കൊടുക്കുന്നത് കുറച്ച് ഉള്ളി ഫ്രൈ ചെയ്ത് വെച്ചതിനകത്തുനിന്ന് കുറച്ച് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ മുകളിലേക്ക് നമുക്ക് ഒരു ലെയർ ചോറിട്ട് കൊടുക്കാം. ഒരു ലെയർ ചോറ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ മുകളിൽ നമുക്ക് കുറച്ച് ഉള്ളി വറുത്തത്, അതുപോലെ തന്നെ കാഷ്യൂനട്ട്, കിസ്മിസ്, മല്ലിയില, പുതിനയില ഒക്കെ ഒന്ന് ചേർത്ത് കൊടുക്കാം. അങ്ങനെ ഫസ്റ്റ് ലെയർ നമ്മൾ റെഡിയാക്കിയിട്ടുണ്ട്. ഇനി സെക്കൻഡ് ലെയർ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇത് ഞാൻ ആദ്യം നമ്മൾ ഗ്രേവി വെച്ച സമയത്ത് കുറച്ച് ചാറെടുത്ത് കുറച്ച് ചോറിനകത്തൊന്ന് മിക്സ് ചെയ്താണ്. ഇത് വേണമെങ്കിൽ മാത്രം ചെയ്താൽ മതി. നമുക്ക് ഇട്ട് കൊടുക്കാം. അത് കുറച്ച് ചോറ് മാത്രമേ ഉള്ളായിരുന്നു. അതിലേക്ക് ഇനി അതിൻ്റെ കൂടെ തന്നെ നമുക്ക് കുറച്ച്
അല്ലാത്ത ചോറ് കൂടി ചേർത്ത് കൊടുക്കാം. അങ്ങനെ ചോറിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ഉള്ളി ഫ്രൈ ചെയ്തത്, കാഷ്യൂനട്ട്, കിസ്മിസ്, മല്ലിയില, പുതിനയില ഒക്കെ ഒന്ന് ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് കുറച്ച് ബിരിയാണിയുടെ എസൻസ് ചേർക്കുന്നുണ്ട്. ബിരിയാണി എസൻസ് നിങ്ങളുടെ കയ്യിലില്ലെങ്കിൽ ചേർത്ത് കൊടുക്കണ്ട. എൻ്റെ കയ്യിലുള്ളതുകൊണ്ട് ഞാൻ ഒരു ടീസ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ കുറച്ച് നെയ്യും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നെയ്യ് നമ്മൾ ചേർത്ത് കൊടുക്കണം ഇടയ്ക്ക്. ഈ ഒരു ലെയർ വരുന്ന സമയത്ത് ഒന്ന് ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഈ ഒരു ലെയറിൽ ഞാൻ അത്രയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു ടീസ്പൂൺ അടുത്ത് ബിരിയാണി എസൻസ് കൂടാണ് ഇപ്പോൾ ചേർക്കുന്നത്. ഞാൻ പറഞ്ഞ പോലെ കയ്യിലുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ഇനി നമുക്ക് ലാസ്റ്റ് ലെയറൂടെ നമുക്ക് സെറ്റ് ചെയ്യാം. ചോറ് ഞാൻ മൊത്തത്തിൽ ഇട്ട് കൊടുക്കുകയാണ്. അങ്ങനെ ലാസ്റ്റ് ലെയർ ചോറും ഫുള്ളായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്കിനി ഉള്ളി വറുത്തത്, അതുപോലെ തന്നെ കാഷ്യൂനട്ട്, കിസ്മിസ്, മല്ലിയില, പുതിനയില, കുറച്ച് നെയ്യും അതുപോലെ തന്നെ ബിരിയാണി എസൻസ് ഞാനതിലേക്ക് ചേർക്കുന്നുണ്ട്. ഇതിൻ്റെ മുകളിലായിട്ട് ഞാൻ കുറച്ച് മസാല, ഗരം മസാല പൗഡറൂടെ കുറച്ച് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ബിരിയാണി എസൻസോടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നമുക്ക് നന്നായിട്ട് അടച്ചു വെക്കണം. അടച്ചു വെച്ചിട്ട് നമുക്കിതൊരു 10 മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ ഗ്യാസിൽ വെക്കുക. അതിനുശേഷം ലോ ഫ്ലെയിമിൽ ഒരു അരമണിക്കൂർ കുക്ക് ചെയ്തെടുക്കണം. അപ്പോഴത്തേക്ക് നമ്മുടെ ബിരിയാണിയൊക്കെ കറക്റ്റ് സെറ്റായി വരും. അപ്പോൾ നമുക്കിനി അത് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം, അതായത് ദം ചെയ്തെടുക്കാം. അങ്ങനെ നമ്മുടെ ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും ഇതിൻ്റെ മുകളിൽ മല്ലിയിലയൊക്കെ ഒന്ന് വാടി കറക്റ്റ് വെന്ത് കറക്റ്റ് പാകമായിട്ടുണ്ട്. ഇത് നമുക്കൊന്ന് സൈഡിൽ നിന്ന് എടുത്തു നോക്കാം. ഞാനിപ്പം ബിരിയാണി ജസ്റ്റ് നിങ്ങൾക്കൊരു ഫോട്ടോ എടുക്കാൻ വേണ്ടി മാത്രമേ ഇങ്ങനെ ഒരു സൈഡിൽ നിന്ന് ഒന്ന് എടുക്കുന്നുള്ളൂ. ഞാൻ ബിരിയാണി ഉണ്ടാക്കുന്ന സമയത്ത് എപ്പോഴും ചോറിനെ മൊത്തത്തിലങ്ങ് മിക്സ് ചെയ്യും. കാരണം ഗ്രേവി എല്ലാ ചോറിനകത്തും പിടിക്കുന്ന രീതിയിൽ മൊത്തം മിക്സ് ചെയ്തിട്ടേ വിളമ്പാറുള്ളൂ. കാരണം എനിക്ക് ഈ ഗ്രേവി എല്ലാ ചോറിനകത്തും ഇങ്ങനെ പിടിച്ചിരിക്കുന്നതാണ് ഇഷ്ടം. ഞാനിപ്പോൾ ഇത് നിങ്ങൾക്കൊന്ന് കാണിക്കാൻ വേണ്ടി മാത്രം ജസ്റ്റ് ഈ ഒരു സൈഡിൽ നിന്ന് എടുത്തതേ ഉള്ളൂ. അപ്പോൾ നിങ്ങളാണെങ്കിലും ബിരിയാണി ഉണ്ടാക്കുന്ന സമയത്ത് ഇതേപോലെ മൊത്തത്തിൽ അങ്ങ് ചോറ് ഗ്രേവിയുമായിട്ട് മിക്സ് ചെയ്യുവാണെങ്കിൽ നല്ലൊരു ടേസ്റ്റാണ്. നമുക്ക് അങ്ങനെ തന്നെ കഴിക്കാൻ നല്ല ടേസ്റ്റ്. അങ്ങനെ നമ്മുടെ ബീഫ് ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നമ്മുടെ നോർമൽ സലാഡിൻ്റെ കൂടെയും അതുപോലെ തന്നെ അച്ചാറിൻ്റെ കൂടെയൊക്കെ കൂട്ടി കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. ഞാൻ പറഞ്ഞ പോലെ തന്നെ മൊത്തം മിക്സ് ചെയ്ത് നമ്മൾ കഴിക്കുവാണെങ്കിൽ നമുക്ക് സൈഡ് ഡിഷ് ഒന്നും ഇല്ലാതെ തന്നെ കഴിക്കാൻ പറ്റും. അപ്പോൾ നിങ്ങളെല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം കമൻറ്റ് ബോക്സിലിടുക. വീഡിയോ ഒക്കെ കണ്ടതിന് ശേഷം നിങ്ങൾ തയ്യാറാക്കി നോക്കുന്ന സമയത്ത് നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക. അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോയുമായി അടുത്ത എപ്പിസോഡിൽ കാണുന്നത് വരെ ബൈ.